നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആചാരപ്പെരുമയിൽ ആവേശക്കടലായി തൃശൂർ പൂരം. കനത്ത ചൂടിലും ജനം ഒഴുകിയെത്തി. വെളിച്ചം വിതറിയവർ കരിന്തിരിയായി. പൂരാവേശത്തിന് നടുവിൽ മുണ്ടത്തിക്കോടിന്റെ കണ്ണീർ. വൈദ്യുതി ക്ഷാമം കടുക്കുന്നു. ലോഡ് ഷെഡിംഗ് ഭീഷണി. ആശ്വാസമായി വേനൽ മഴ എത്തുന്നു. ചൊവ്വ മുതൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണീരോർമ്മകൾക്കിടയിലും തട്ടകത്തിന്റെ ആചാരപ്പെരുമ നിലനിർത്തി തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടും ആഡംബരങ്ങളും ഒഴിവാക്കിയാണ് ഇക്കുറി പൂരം നടക്കുന്നത്. ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയെങ്കിലും തട്ടകങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങളുടെ വരവോടെയാണ് പൂരാവേശത്തിന് തിരിതെളിഞ്ഞത്. വെയിൽ മൂക്കും മുൻപേ വടക്കുനാഥന്റെ സന്നിധിയിലേക്ക് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയതോടെയാണ് ഇക്കുറി പൂരത്തിന് തുടക്കമായത്. മുണ്ടത്തിക്കോടിന്റെ നോവ് ഉള്ളിലൊതുക്കി വലിയ ആഘോഷങ്ങളില്ലാതെയാണ് പൂരനഗരി ഉണർന്നത്. എങ്കിലും ഘടകപൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റമില്ല. ലാലൂർ, അയ്യന്തോൾ, ചൂരക്കോട്ടുകാവ്, നേതലക്കാവ് തുടങ്ങി 8 ഘടകപൂരങ്ങളും നിശ്ചിത സമയങ്ങളിൽ തന്നെ വടക്കുനാഥനെ വണങ്ങി മടങ്ങി. ആഘോഷപ്പൊലിമ കുറിച്ചെങ്കിലും പൂരനഗരിയിലേക്ക് ജനപ്രവാഹം തുടരുകയാണ്. പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടിയും പാറമേക്കാവും വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. പൂരത്തിന്റെ വർണ്ണക്കാഴ്ചയായ കുടമാറ്റം ഇക്കുറി 15 മിനിറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. ആനകളുടെ എണ്ണത്തിലും ക്രമീകരണങ്ങൾ വരുത്തി. ഉച്ചയ്ക്ക് 2-ന് വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറും. തുടർന്ന് വൈകിട്ട് 5:30-ന് തെക്കേനടയിൽ വർണ്ണക്കുടകൾ ഉയരും. വലിയ ആഡംബരങ്ങളില്ലെങ്കിലും പാരമ്പര്യവും പ്രൗഢിയും ചോരാതെ ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. രാത്രിയിലെ പഞ്ചവാദ്യത്തിനു ശേഷം പുലർച്ചെയോടെ പൂരത്തിന് സമാപനമാകും. മൂന്ന് മണിക്കൂറിലേറെ നീളുന്ന കുടമാറ്റം 15 മിനിറ്റിലേക്ക് ചുരുക്കിയെങ്കിലും കാഴ്ചക്കാരുടെ ആവേശം വെട്ടിച്ചുരുക്കാനായില്ല. പ്രസിദ്ധമായ തെക്കോട്ടിറക്കത്തിനു ശേഷം തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയും മുഖാമുഖം നിന്നുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തവണ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 15 മിനിറ്റോളം മാത്രമാണ് കുടമാറ്റം നടത്തിയത്. സാധാരണ 40 മുതൽ 50 സെറ്റ് വരെ കുടകൾ മാറ്റുന്ന ഇരുവിഭാഗവും ഇത്തവണ 15 സെറ്റിൽ താഴെ മാത്രം കുടകളാണ് ആനപ്പുറമേറ്റിയത്. സ്പെഷ്യൽ കുടകൾ ഒന്നും തന്നെ ഇരുവിഭാഗവും പുറത്തെടുത്തില്ല. സാധാരണ കുടമാറ്റത്തിന് കാണുന്ന വൻ ജനക്കൂട്ടം തെക്കേ ഗോപുരനടയിൽ തടിച്ചുകൂടിയിരുന്നു. നേരത്തെ തന്നെ കുടമാറ്റം ആർഭാടമാക്കില്ല എന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും കൂടുതൽ സെറ്റ് കുടകൾ മാറ്റുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടമാറ്റ കമ്പക്കാർ. എന്നാൽ മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം തിരുവമ്പാടിയും പാറമേക്കാവും പാലിച്ചതോടെ ഇത്തവണത്തെ പൂര കുടമാറ്റം ചരിത്രമായി. തിരുവമ്പാടിയുടെ മഠത്തിൽ നിന്നുള്ള വരവും തുടർന്നുള്ള മേളവും പാറമേക്കാവിന്റെ പൂരം പുറപ്പാടും തുടർന്നുള്ള ഇലഞ്ഞിത്തറ മേളവും കഴിഞ്ഞായിരുന്നു പ്രസിദ്ധമായ തെക്കോട്ടിറക്കം. കൂടുതൽ കുടകൾ ഇരുവിഭാഗവും മാറ്റുമെന്ന പ്രതീക്ഷയിൽ ജനക്കൂട്ടം കൈയടിച്ചും ആർപ്പ് വിളിച്ചും നിൽക്കുന്നതിനിടെ കുടമാറ്റം അവസാനിച്ചു എന്ന് അറിയിക്കുന്ന അടയാളമായി ഇരുവിഭാഗവും ഉത്തരീയം വീശി കാണിച്ചതോടെ കുടമാറ്റം അവസാനിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. അടുത്ത വർഷത്തെ കുടമാറ്റം പൊരിക്കാമെന്ന് പരസ്പരം പറഞ്ഞ് പൂരക്കമ്പക്കാർ തെക്കേ ഗോപുരനടയിൽ നിന്ന് പിരിഞ്ഞു. കലർന്ന ഒരു നവീകരണ സമയത്തിനുള്ളിൽ വിടർത്തി തീർക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും വളരെ സുന്ദരമായ രീതിയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യാന്ത്രികമായി തന്നെ നിമിഷ നേരം കൊണ്ട് ഉയർത്തിക്കഴിഞ്ഞു. വളരെ മനോഹരം. അത് ഇതാ ഉയർത്തി വളരെ ക്രമീകരണം ഇരു കൂട്ടരുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ സാധാരണയുള്ള കുറച്ച് കുടകൾ നിർത്തി ഇതാ തിരുവമ്പാടി തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ വളരെ മനോഹരമായ സുന്ദരമായ ശരിക്കും ഒരു മജന്ത കളറ് എന്ന് പറയാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സാധിക്കുന്ന കുടകൾ അതിൽ ആ വെള്ളി ശ്രീ ഭഗവതി ക്ഷേത്രം
തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ മറ്റ് ഘടകപൂരങ്ങളും അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വളരെ മനോഹരമായ തങ്ക കൊലുസുകൾ കൊണ്ട് നിറഞ്ഞ്, സാധാരണ നമ്മുടെ ഇവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ പോകാൻ കഴിയില്ല. അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ, അവർക്ക് അവരുടെ യാത്ര തീരുമാനിക്കണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ലീവ് അനുവദിപ്പിക്കണം. അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതികമായ സൗകര്യങ്ങൾ അവർക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് സാഹസികമായ ത്യാഗം അനുഭവിച്ചിട്ടാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പ്രിയപ്പെട്ടവർ കടന്നു വരാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനമെടുക്കും. ഇതാ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വളരെ സുന്ദരമായ മറ്റൊരു കുട നിവർത്തി കാണികൾക്ക് വളരെ താഴാത്ത രീതിയിലുള്ള ജനസാഗരം അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നഗരം പൂരലഹരിയിൽ അമരുമ്പോഴും തൊട്ടടുത്ത മുണ്ടത്തിക്കോട് ഗ്രാമത്തിൽ വീശിയടിക്കുന്നത് സങ്കടത്തിൻ്റെ കാറ്റാണ്. തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് പൊലിമ കൂട്ടാൻ രാപ്പകൽ പണിയെടുത്തവർ ആ വെടിക്കോപ്പുകൾക്കിടയിൽ തന്നെ എരിഞ്ഞു തീർന്നപ്പോൾ ഇല്ലാതായത് ഒരുപറ്റം കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്. പൂരനഗരിയിൽ ആചാരങ്ങളും ആഘോഷങ്ങളും നടക്കുമ്പോൾ മുണ്ടത്തിക്കോട്ടെ ഈ വീടുകളിൽ പൂരമില്ല, പൊലിമയില്ല. പകരം അടങ്ങാത്ത തേങ്ങലുകൾ മാത്രം. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പൂരങ്ങളിൽ നാടിനെ അമ്പരപ്പിക്കാൻ വെടിക്കോപ്പുകൾ ഒരുക്കിയവർ നക്ഷത്രങ്ങളുടെ ലോകത്തിരുന്ന് പൂരക്കാഴ്ചകൾ കാണുന്നുണ്ടാകാം. തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷിൻ്റെ വീട് ഇന്നും ശോകമൂകമാണ്. അച്ഛൻ്റെ സാമീപ്യത്തിനായി കൊതിക്കുന്ന 2 കുഞ്ഞുങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ തളർന്നിരിക്കുന്ന ഒരമ്മ. അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരക്കിലായേനെ. പൂരപ്പറമ്പിലേക്ക് വെടിക്കോപ്പുകൾ എത്തിക്കാൻ ഓടി നടക്കുമായിരുന്നു. സതീഷിൻ്റെ ബന്ധുക്കളുടെ ഈ വാക്കുകളിൽ ഒരു നാടിൻ്റെ മുഴുവൻ വേദനയുണ്ട്. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങളിൽ വിലാപങ്ങൾ ഇനിയും നിലച്ചിട്ടില്ല. കുടുംബത്തിൻ്റെ അത്താണികൾ നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വലിയ ചോദ്യചിഹ്നം മാത്രം ബാക്കിയാകുന്നു. പൂരാവേശം കൊട്ടിക്കയറുമ്പോഴും ഈ കണ്ണീർ വീടുകൾ പൂരപ്രേമികളുടെ മനസ്സിലെ നോവായി അവശേഷിക്കുകയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ നടുക്കം വിട്ടുമാറാത്ത ജില്ലയിൽ ഇത്തവണത്തെ പൂരത്തിന് ആഘോഷങ്ങളെക്കാൾ നൊമ്പരത്തിൻ്റെ ഗന്ധമാണ്. എങ്കിലും ആചാരങ്ങൾ മുടക്കാതെ ഭക്തസഹസ്രങ്ങളെ സാക്ഷിയാക്കി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പൂരപ്പുറപ്പാട് ഭക്തിസാന്ദ്രമായിരുന്നു. മൺമറഞ്ഞു പോയവർക്ക് അശ്രുപൂജ അർപ്പിച്ച് നിശ്ചയിച്ച സമയക്രമത്തിൽ തന്നെ തട്ടകത്തമ്മ വടക്കുന്നാഥനിൽ എത്തി. സത്യത്തിൽ ഇത് ഭക്തിസാന്ദ്രതയോടൊപ്പം ദുഃഖസാന്ദ്രമായ ഒരു പുലർവേളയുമായിരുന്നു. വർണ്ണക്കുടകളും കരിമരുന്നിൻ്റെ ഇന്ദ്രജാലങ്ങളും കൊണ്ട് പൂരനഗരിയെ വിസ്മയിപ്പിക്കാൻ മോഹിച്ചവർ കൂടെയില്ലാത്തതിൻ്റെ വേദനയോടെയാണ് തിരുവമ്പാടി പൂരത്തിന് തുടക്കമായത്. ആഘോഷങ്ങൾ പേരിനു മാത്രമാക്കി. ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ഭഗവതിയെ പൂരത്തിന് യാത്രയാക്കാൻ തട്ടക നിവാസികൾ രാവിലെ മുതൽക്ക് ക്ഷേത്രസന്നിധിയിൽ ഒഴുകിയെത്തി. മേട വെയിൽ ചൂടുപിടിക്കും മുൻപ് രാവിലെ 7:30യോടെയാണ് തിരുവമ്പാടിയുടെ പൂരം പുറപ്പാട് ആരംഭിച്ചത്. കൊമ്പൻ തിരുവമ്പാടി കണ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ശിരസ്സുയർത്തിയതോടെ ക്ഷേത്രമുറ്റത്ത് ആർപ്പുവിളികൾ ഉയർന്നു. കതിനകൾ മുഴങ്ങിയതോടെ ക്ഷേത്രഗോപുരം കടന്ന് പുറത്തേക്ക് വന്ന ഭഗവതിയെ ഭക്തർ പൂക്കൾ വാരി വിതറിയാണ് വരവേറ്റത്. ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ 3 ആനകൾ അണിനിരന്നു. വഴിനീളെ ഭക്തർ നിലവിളക്കുകളും നിറപറകളും ഒരുക്കി തട്ടകത്തമ്മയ്ക്ക് പ്രണാമമർപ്പിച്ചു. ദുരന്തത്തിൻ്റെ നടുക്കത്തിലും ആചാരപ്പെരുമ ഒട്ടും കുറയാതെ നായ്ക്കനാൽ പന്തലിൽ എത്തിച്ചേർന്ന പൂരം തുടർന്ന് പടിഞ്ഞാറേ റൗണ്ടിലൂടെ പഴയ നടക്കാവിലേക്ക് ഇറങ്ങി. നടുവിൽ മഠത്തിലെ ഇറക്കിപ്പൂജയ്ക്കും ആറാട്ടിനും ശേഷം പൂരത്തിൻ്റെ മനോഹരമായ ചടങ്ങുകൾ തുടരും. ആഘോഷപ്പലിമ കുറഞ്ഞെങ്കിലും ഹൃദയങ്ങളിൽ പൂരാവേശം കെടാതെ സൂക്ഷിക്കുന്ന തൃശ്ശൂർക്കാരുടെ ഉള്ളുനീറുന്ന പ്രാർത്ഥനയാവുകയാണ് ഇത്തവണത്തെ പൂരം. ഉച്ചയ്ക്ക് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ശേഷം ഇലഞ്ഞിത്തറയിൽ മേളപ്പെരുക്കം ഉയർന്നു. വെടിക്കെട്ട് ഒഴിവാക്കിയും കുടമാറ്റത്തിന് സമയക്രമം ഏർപ്പെടുത്തിയും നടത്തിയ ഇത്തവണത്തെ പൂരം ചരിത്രത്തിലെ തന്നെ വിങ്ങുന്ന ഓർമ്മയായി മാറുകയാണ്. കത്തുന്ന മേടവെയിലിനെ അവഗണിച്ച് ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷിയാക്കി പാറമേക്കാവ് ഭഗവതിയുടെ പൂരം പുറപ്പാട് നടന്നു. ഗജവീരൻ തൃക്കടവൂർ ശിവരാജു ഭഗവതിയുടെ തിടമ്പേറ്റി. പുറത്തേക്ക് വന്നതോടെ നഗരം ആവേശക്കടലായി മാറി. 16ാമത്തെ ആനയായ മാനത്തെ സൂര്യൻ വെയിൽ കുടനിവർത്തി നിന്നിട്ടും ആ ആവേശച്ചൂടിനെ മറികടന്ന് പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു. തട്ടകക്കാരും പൂരാസ്വാദകരും
പുഷ്പവൃഷ്ടിയോടെയും ഹർഷാരവങ്ങളോടെയുമാണ് ഭഗവതിയെ വരവേറ്റത്. 14 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കടും പച്ചക്കുടയുടെ വർണ്ണപ്പൊലിമയിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തൃക്കടവൂർ ശിവരാജു ക്ഷേത്രമുറ്റത്തേക്ക് കടന്നുവന്നു. ഇതാദ്യമായാണ് ശിവരാജു പാറമേക്കാവിനായി തിടമ്പേറ്റുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഞായറാഴ്ച രാവിലെ മുതൽക്ക് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 12:30 ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിയപ്പോൾ ചെമ്പടമേളത്തിൻ്റെ താളം പൂരനഗരിയെ ഉണർത്തി. ചെമ്പടയിൽ നിന്ന് പാണ്ടിയിലേക്ക് മേളം മാറിയതോടെ ആസ്വാദകരും ആവേശത്തോടെ താളം പിടിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനപ്രവാഹമാണ് പുറപ്പാട് കാണാൻ പാറമേക്കാവ് സന്നിധിയിൽ തടിച്ചുകൂടിയത്. ഉച്ചയ്ക്ക് 1:30 കിഴക്കേ ഗോപുരം വഴി ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. ഇതോടെ പൂരപ്രേമികളുടെ കണ്ണ് ഇലഞ്ഞിത്തറയിലേക്കായി. മേളപ്രമാണികൾക്കൊപ്പം താളം പിടിക്കാൻ ഇലഞ്ഞിമരച്ചുവട്ടിൽ ജനസാഗരം നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും ആഘോഷങ്ങളിൽ മിതത്വം പാലിച്ചെങ്കിലും തട്ടകങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങളുടെ വരവോടെ തൃശൂർ പൂരം ഇത്തവണയും പൂരപ്രേമികളുടെ മനം നിറച്ചു. വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരപ്പൊലിമ കുറഞ്ഞേക്കുമെന്ന ആശങ്കകളെ അസ്ഥാനത്താക്കി 8 തട്ടകങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ആചാരപ്പെരുമയോടെ വടക്കുന്നാഥ സന്നിധിയിൽ എത്തി. അഴകിൻ്റെ അലകടലായി 8 തട്ടകങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. വെടിക്കെട്ടിൻ്റെ ശബ്ദഘോഷങ്ങൾ ഇല്ലെങ്കിലും ഭക്തിയുടെയും ആവേശത്തിൻ്റെയും നിറവിൽ തൃശൂർ പൂരപ്പറമ്പ് ജനനിബിഡമായി. വെയിൽ മൂക്കുമുൻപേ വടക്കുന്നാഥനെ വണങ്ങി കണിമംഗലം ശാസ്താവ് മടങ്ങി. പൂരവിളംബരം നടന്ന തെക്കേ ഗോപുരവാതിൽ വഴി കടന്ന് പടിഞ്ഞാറേ നടയിലൂടെ ശാസ്താവ് പുറത്ത് ഇറങ്ങിയതോടെ ഘടകപൂരങ്ങളുടെ പ്രവാഹത്തിന് തുടക്കമായി. നെയ്തലക്കാവ്, ചൂരക്കോട്ടുകാവ്, ലാലൂർ, അയ്യന്തോൾ, ചെമ്പുക്കാവ്, പനമുക്കുംപിള്ളി, കാരമുക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ നഗരത്തിൻ്റെ വിവിധ ദിശകളിൽ നിന്ന് തേക്കിൻകാട് മൈതാനത്തേക്ക് എത്തിയതോടെ പൂരനഗരി ആവേശത്തിലായി. ആനച്ചന്തത്തിലും വാദ്യമേളങ്ങളിലും ഓരോ ഘടകപൂരവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. 14 ആനകളുമായി ചൂരക്കോട്ടുകാവും 13 ആനകളുമായി അയ്യന്തോൾ കാർത്യായനി ഭഗവതിയും അണിനിരന്നപ്പോൾ കാണികൾക്ക് അത് കൺകുളിർക്കുന്ന കാഴ്ചയായി. കണിമംഗലം, കാരമുക്ക്, ലാലൂർ, നെയ്തലക്കാവ് പൂരങ്ങൾക്ക് 9 ആനകൾ വീതവും പനമുക്കുംപിള്ളി, ചെമ്പുക്കാവ് പൂരങ്ങൾക്ക് 3 ആനകൾ വീതവും അകമ്പടിയായി. ചൂരക്കോട്ടുകാവിനും നെയ്തലക്കാവിനും നാദസ്വരവും പാണ്ടിമേളവും അകമ്പടിയായപ്പോൾ മറ്റ് ഘടകപൂരങ്ങൾ പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ടിമേളത്തിൻ്റെയും താളത്തിൽ വടക്കുനാഥനിലേക്ക് ചുവടുവച്ചു. ഉച്ചയോടെ പകൽപൂരങ്ങൾക്ക് സമാപനമായെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒട്ടും ചോരാതെ ഓരോ തട്ടകക്കാരും പൂരത്തെ ഹൃദയത്തോട് ചേർത്തു. മേടച്ചൂടിനെപ്പോലും കുളിർമയാക്കുന്ന സംഗീതവുമായി തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. കോങ്ങാട് മധുവും സംഘവും വിളമ്പിയ പഞ്ചവാദ്യ പഞ്ചാമൃതം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് നടുവിൽ മഠത്തിന്റെ പരിസരത്ത് തടിച്ചുകൂടിയത്. മേടപ്പൊൻവയിൽ തിളച്ചുമറിയുന്ന തൃശ്ശൂരിലെ തെരുവുകളിൽ 5 വാദ്യങ്ങൾ ചേർന്ന് തീർത്ത നാദവിസ്മയം ഓരോ തവണ നുകരുമ്പോഴും ലഹരി കൂടുന്ന ശുദ്ധ സംഗീതത്തിന്റെ അവിസ്മരണീയമായ വിരുന്ന്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ഇത്തവണയും വാദ്യപ്രേമികൾക്ക് മധുരമേറിയ അനുഭൂതിയായി മാറി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി നടുവിൽ മഠത്തിലെ പന്തലിൽ അണിനിരുന്നതോടെ ജനസാഗരം ആവേശത്തിലായി. പുഷ്പവൃഷ്ടിയോടെയും ആരവങ്ങളോടെയുമാണ് ഭഗവതിയെ ആസ്വാദകർ വരവേറ്റത്. തിമില പ്രമാണികനായ കോങ്ങാട് മധുവിൻ്റെ വിരലുകൾ വാദ്യത്തിൽ തൊട്ടതോടെ നാദപുഷ്പങ്ങൾ വിരിഞ്ഞു. കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും കോങ്ങാട് മോഹനനും തിമിലയിൽ ആവേശം നിറച്ചു. മദ്ദളത്തിൽ കോട്ടയ്ക്കൽ രവി, കൈലിയാട് മണികണ്ഠൻ, പനങ്ങാട്ടുകര പ്രകാശൻ എന്നിവർ അഗ്രഹാരത്തെരുവിനെ സംഗീത സാന്ദ്രമാക്കി. ഇടക്കിയിൽ പല്ലശന സുധാകരനും സംഘവും തീർത്ത നാദഭംഗി ആസ്വാദകരെ ലയിപ്പിച്ചു. കോടന്നൂർ ശങ്കരൻ്റെ ശംഖനാദവും മഠത്തിലാത്ത് മണികണ്ഠൻ നയിച്ച കൊമ്പുപടയും ഇലത്താളത്തിലെ താളവും ചേർന്നപ്പോൾ പഞ്ചവാദ്യ സദ്യ പൂർണ്ണമായി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്യജില്ലകളിൽ നിന്ന് പോലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. 3 ആനപ്പുറത്ത് തുടങ്ങിയ എഴുന്നള്ളിപ്പ് സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചതോടെ ഗജവീരന്മാരുടെ എണ്ണം 7 ആയി തീർന്നു.
നായ്ക്കനാലിൽ പഞ്ചവാദ്യം കൊട്ടിക്കലാശിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു മടങ്ങുന്ന ആയിരങ്ങൾ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. തൃശൂർ പൂരത്തിന്റെ ഹൃദയമിടിപ്പായ ഇലഞ്ഞിത്തറയിൽ താളപ്പെരുമയുടെ പുഷ്പവൃഷ്ടി. മേളപ്രമാണി കിഴക്കോട്ട് അനിയന്മാരാരുടെ വിരൽത്തുമ്പിൽ നിന്ന് പെയ്തിറങ്ങിയ മേളപ്പൂക്കൾ ഏറ്റുവാങ്ങാൻ 1000 കൈകൾ വടക്കുന്നാഥന്റെ ഇലഞ്ഞിച്ചുവട്ടിൽ ആകാശത്തേക്കുയർന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണ്യം വഹിച്ചപ്പോൾ അത് പൂരചരിത്രത്തിലെ മറ്റൊരു വിസ്മയമായി. പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയാകുന്നത് ഇത് 4ാം തവണയാണ്. 2023 തിരുവമ്പാടിയിൽ നിന്ന് പാറമേക്കാവിലേക്ക് എത്തിയ അനിയന്മാരാർ തൻ്റെ തനതായ ശൈലിയിലൂടെ മേളപ്രേമികളെ വീണ്ടും ആവേശത്തിലാഴ്ത്തി. പാണ്ഡ്യയുടെ ഇറക്കമില്ലാത്ത കയറ്റമാണ് അനിയന്മാരാരുടെ പ്രത്യേകത. സൗന്ദര്യവും വേഗതയും ഒത്തുചേർന്ന ആ മേളശൈലി ഇത്തവണയും ഇലഞ്ഞിത്തറയെ കുളിരണിയിച്ചു. വിരലുകൾ കൊണ്ട് വായുവിൽ താളം പിടിച്ചും ആവേശത്തോടെ കൈകൾ ഉയർത്തിയും ആയിരക്കണക്കിന് മേളപ്രേമികളാണ് അനിയേട്ടൻ്റെ മേള മാജിക്കിന് സാക്ഷ്യം വഹിച്ചത്. മേളത്തിൽ വില്ലെടുത്ത് കുലച്ചതുപോലെ അനിയന്മാരാർ കൊട്ടിക്കയറിയപ്പോൾ വടക്കുന്നാഥൻ്റെ മതിൽക്കകം ഒരു താളഗോപുരമായി മാറി. ഇലഞ്ഞിമരച്ചുവട്ടിൽ മേളപ്പൂക്കൾ പൂത്തുലഞ്ഞ ആ നിമിഷം പൂരപ്രേമികളുടെ ഹൃദയത്തിൽ മായാതെ നിൽക്കും. കിഴക്കൂട്ട് ശൈലിയുടെ സർവ്വ മികവും പുറത്തെടുത്ത ഈ മേളപ്പെരുക്കം തൃശൂർ പൂരത്തിൻ്റേതു മാത്രമായ ഒരാഘോഷമായി മാറി. തൃശൂർ പൂരത്തിന്റെ ഉച്ചവെയിലിനെ തണുപ്പിച്ചുകൊണ്ട് തിരുവമ്പാടിയുടെ പാണ്ടിമേളം പൂരപ്രേമികളുടെ മനസ്സ് നിറച്ചു. പുതിയ മേളപ്രമാണിയായി അരങ്ങേറ്റം കുറിച്ച ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പ്രമാണത്തിന് കീഴിൽ താളവിസ്മയം തീർത്തപ്പോൾ അത് മലയാള സാഹിത്യത്തിലെ കൃഷ്ണഗാഥ പോലെ മനോഹരമായൊരു മേളഗാഥയായി മാറി. ആരോഗ്യപരമായ കാരണങ്ങളാൽ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ വിട്ടുനിന്നതോടെയാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മേളപ്രമാണിയായി ചെറുശ്ശേരി കുട്ടന്മാരാർ ചുമതലയേറ്റത്. മഠത്തിൽ നിന്നുള്ള വരവ് നായ്ക്കനാലിൽ എത്തിയതോടെയാണ് പഞ്ചവാദ്യം അവസാനിച്ച് ചെറുശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം ആരംഭിച്ചത്. കിഴക്കൂട്ട് അനിയന്മാരാർ ഇലഞ്ഞിത്തറയിൽ മേളം കൊട്ടി തിമിർക്കുമ്പോൾ മതിൽക്കെട്ടിന് പുറത്ത് തൻ്റെ സർവ്വ മികവും പുറത്തെടുത്ത് ചെറുശ്ശേരി ആസ്വാദകരെ കയ്യിലെടുത്തു. ഉരുട്ടുചണ്ടയിൽ ചെറുശ്ശേരിക്കൊപ്പം കക്കാട് രാജപ്പന്മാരാരും പെരുവനം ശിവന്മാരാരും കിഴക്കോട്ട് കണ്ണന്മാരാരും ഉൾപ്പെടുന്ന സംഘം അകമ്പടിയേകി. പള്ളിപ്പുറം ജയകുമാറും തിരുവാങ്കുളം രഞ്ജിത്തും പെരുവനം പ്രകാശ് പിഷാരടിയും അടക്കമുള്ളവർ വീക്കം ചെണ്ടയുമായി അണിനിരന്നു. അനിൽ കൊമ്പത്തും ചേലക്കര ദാസനും കൂട്ടരും കുഴൽനാദം മുഴക്കി. ഏഷ്യാഡ് ശശിയും പെരുവനം മുരളിയും ഉൾപ്പെടെയുള്ളവർ ഇലത്താളത്തിൽ താളമിട്ടു. ഓടക്കാലി മുരളിയും തൃപ്രയാർ കണ്ണനും ഒപ്പമുള്ളവരും കൊമ്പിൻ്റെ ഇമ്പം തീർത്തു. നാദസ്വരത്തിൻ്റെ സ്വരമാധുരി പകർന്നത് ഒരുമനിയൂർ മോഹനൻ ബ്രദേഴ്സിലെ സന്ദീപും ബാലനും ചേർന്നാണ്. കൃഷ്ണൻ്റെ ഓടക്കുഴൽ വിളികേട്ട് മാൻകൂട്ടങ്ങൾ ലയിച്ചു നിന്നതുപോലെ ചെറുശ്ശേരിയുടെ ചെണ്ടക്കോലുകൾ തീർത്ത താളലയത്തിൽ പൂരപ്രേമികൾ എല്ലാം മറന്നു നിന്നു. ജ്വലിക്കുന്ന മേടമാസത്തിലെ ചൂടിനെ മറികടക്കാൻ ആ മേളപ്പെരുക്കം ഒരു ഇളം തെന്നലായി മാറിയെന്നാണ് ആസ്വാദക പക്ഷം. പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളത്തിനൊപ്പം തന്നെ തിരുവമ്പാടിയുടെ പാണ്ടിമേളവും ഇത്തവണ പൂരചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടു. തൃശൂർ പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വീണ്ടും അവതരിച്ചു. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി രാമൻ എഴുന്നള്ളിയപ്പോൾ ആരാധക ലക്ഷങ്ങൾ സാക്ഷ്യം വഹിച്ചത് പൂരപ്പറമ്പിലെ ആ പഴയ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള ഗജകേസരിയുടെ തിരിച്ചുവരവാണ്. പുതുതലമുറയിലെ ന്യൂ ജൻ ആനകൾ നിരവധിയുണ്ടെങ്കിലും പൂരപ്രേമികളുടെ ഹൃദയമിടിപ്പ് ഇന്നും രാമചന്ദ്രൻ തന്നെയാണ്. ഇത് തെളിയിക്കുന്നതായിരുന്നു വടക്കുന്നാഥനിലേക്കുള്ള ആ വരവ്. ഞാനല്ലാതെ പിന്നാര് എന്ന് ചോദിക്കുന്ന മട്ടിലുള്ള ആ തലയെടുപ്പിന് മുന്നിൽ പൂരനഗരി അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. ചെമ്പുക്കാവിലും പാലസ് റോഡിലും മണിക്കൂറുകൾക്ക് മുൻപേ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. രാമൻ്റെ ഓരോ ചുവടുവെപ്പും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ
സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. റീൽസുകളായും സ്റ്റാറ്റസുകളായും രാമൻ സൈബർ ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാലത്ത് നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വടക്കുനാഥൻ്റെ തെക്കേ ഗോപുരനട തുറന്ന് പൂരവിളംബരം നടത്തിയിരുന്നത് രാമനായിരുന്നു. പൂരവിളംബരം എന്ന ചടങ്ങിനെ ഇത്രമേൽ ജനകീയമാക്കിയതിൽ രാമചന്ദ്രൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിന്നീട് എറണാകുളം ശിവകുമാർ ഈ ദൗത്യം ഏറ്റെടുത്തുവെങ്കിലും രാമൻ പൂരപ്പറമ്പിൽ എത്തിയതിനാൽ ആവേശം കൊടുമുടിയേറി. തൃശൂർ പൂരപ്രേമികൾക്ക് ആവേശമായി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ വീണ്ടും പൂരപ്പറമ്പിലേക്ക്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തൃശൂർ പൂരത്തിൻ്റെ ഘടകപൂരമായ കാരമുക്ക് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിന് മേളപ്രമാണിയായാണ് അദ്ദേഹം എത്തിയത്. പെരുവനത്തിൻ്റെ ചെണ്ടയിൽ വിരിഞ്ഞ താളലയങ്ങൾ തൃശ്ശൂരിനെ വീണ്ടും പൂരാവേശത്തിലാഴ്ത്തി. തൃശൂർ പൂരത്തിൻ്റെ പാരമ്പര്യവും ഗരിമയും ഒത്തുചേർന്നപ്പോൾ തേക്കിൻകാട് മൈതാനം വീണ്ടും താളലയങ്ങളുടെ ലോകമായി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ എന്ന നാമവും അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലെ വിസ്മയവും ഒരു ഇടവേളയ്ക്ക് ശേഷം പൂരനഗരിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അത് ആസ്വാദകർക്ക് ഇരട്ടി മധുരമായി. കുറച്ചുകാലത്തെ വിട്ടുനിൽക്കലിന് ശേഷം ഇത്തവണ ഘടകപൂരങ്ങളിൽ പ്രധാനിയായ കാരമുക്ക് ഭഗവതിക്ക് വേണ്ടിയാണ് പെരുവനം കുട്ടന്മാരാർ ചെണ്ട ഏന്തിയത്. രാവിലെ മണികണ്ഠനാൽ പരിസരത്ത് നടന്ന മേളത്തിന് പെരുവനം പ്രമാണിയായപ്പോൾ ആയിരക്കണക്കിന് മേളപ്രേമികളാണ് ആ താളപ്പെരുമ നുണയാൻ തടിച്ചുകൂടിയത്. ഇലഞ്ഞിത്തറ മേളത്തിൽ പ്രമാണിയായി പതിറ്റാണ്ടുകളോളം പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയ പെരുവനം വീണ്ടും തട്ടകത്തിലേക്ക് എത്തിയത് പൂരത്തിൻ്റെ പകിട്ട് വർദ്ധിപ്പിച്ചു. വാദ്യകലയിലെ കുലപതിയുടെ മടങ്ങിവരവ് ഘടകപൂരങ്ങളെ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നതിനിടയിൽ കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. റെക്കോർഡ് ഉപഭോഗവും അണക്കെട്ടുകളിലെ ജലക്ഷാമവും KECBയെ കടുത്ത സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ്. നിലവിൽ പലയിടങ്ങളിലും അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിസന്ധി തുടർന്നാൽ സംസ്ഥാനം ഔദ്യോഗികമായ ലോഡ് ഷെഡിങ്ങിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. കനത്ത ചൂടിനൊപ്പം കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുകയാണ്. ശനിയാഴ്ചയിലെ കണക്കുകൾ പ്രകാരം പീക്ക് സമയത്ത് 5770 മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമായി വന്നത്. പ്രതിദിന ഉപഭോഗം 115 ദശലക്ഷം യൂണിറ്റിൽ തുടരുമ്പോഴും അണക്കെട്ടുകളിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. KECB അണക്കെട്ടുകളിൽ നിലവിൽ വെറും 30% വെള്ളം മാത്രമാണുള്ളത്. സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന ജലനിരപ്പാണിത്. വൈകിട്ടത്തെ ഉയർന്ന വൈദ്യുതി ആവശ്യം പരിഹരിക്കാൻ നിലവിൽ 15 മുതൽ 20 മിനിറ്റ് വരെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് പലയിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ വൈദ്യുതി വാങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ വന്നതോടെ KECB പ്രതിസന്ധിയിലായി. സ്ഥിതി നിയന്ത്രണാതീതമായാൽ പ്രതിദിനം അരമണിക്കൂർ വരെ പ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലേക്ക് സംസ്ഥാനം നീങ്ങാൻ സാധ്യതയുണ്ട്. മുന്നറിയിപ്പില്ലാത്ത പവർകട്ടിനെതിരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം ജനകീയ പ്രതിഷേധം ഉയർന്നുകഴിഞ്ഞു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. കൂടുതൽ വില നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുക എന്നതാണ് നിലവിലെ ഏക പോംവഴി. അങ്ങനെ സംഭവിച്ചാൽ സർചാർജ് ഉൾപ്പെടെയുള്ള അധിക ബാധ്യത വഴി സാധാരണക്കാരൻ്റെ കറണ്ട് ബില്ല് കൂടുമോ എന്ന ചോദ്യവും ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നതിനിടയിൽ ആശ്വാസ വാർത്തയുമായി കാലാവസ്ഥാ വകുപ്പ്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അത്യുഷ്ണം തുടരുമെങ്കിലും ചൊവ്വ മുതൽ സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകും. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം തിങ്കളാഴ്ച താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം ചുട്ടുപൊള്ളുകയാണ്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്നും അത്യുഷ്ണ മുന്നറിയിപ്പ് തുടരുന്നു. എന്നാൽ ഈ കടുത്ത വേനലിന് വിരാമം വിട്ട് തിങ്കൾ മുതൽ വേനൽമഴ സജീവമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. വരുന്ന ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും തിങ്കളാഴ്ച മുതൽ
ഏപ്രിൽ 29 വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മഴയെത്തുന്നതോടെ ഇടിമിന്നൽ അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാർമേഘം കണ്ടു തുടങ്ങിയാൽ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലത്തോ ടെറസിലോ നിൽക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ സമയത്ത് ജനലും വാതിലും അടച്ചിടുക. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ടെലിഫോൺ ഉപയോഗം ഒഴിവാക്കുക. വാഹനത്തിനുള്ളിൽ ഉള്ളവർ പുറത്തിറങ്ങാതെ ഉള്ളിൽ തന്നെ തുടരുക. ബൈക്ക്, സൈക്കിൾ യാത്രക്കാർ സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ അഭയം തേടണം. ഒരു കാരണവശാലും മരച്ചുവട്ടിൽ നിൽക്കരുത്. എന്നിവയെല്ലാമാണ് നിർദ്ദേശങ്ങൾ. ചൂട് കുറയുന്നതുവരെയും മഴ കനക്കുന്നത് വരെയും അതീവ ജാഗ്രത തുടരണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. കഠിനമായ യോഗാസന മുറകൾ അനായാസം വഴങ്ങുന്ന മെയ് വഴക്കവുമായി നന്ദിക്കര സ്വദേശിനി ഗായത്രി CB ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ. സങ്കീർണമായ കൃഷ്ണാസന യോഗ പോസ് ഏറ്റവും കൂടുതൽ സമയം അവതരിപ്പിച്ചാണ് ഈ 27കാരി റെക്കോർഡ് കുറിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശീലനവും അചഞ്ചലമായ ഏകാഗ്രതയുമാണ് ഗായത്രിയെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം കോവളത്തെ നിരാമയ റിട്രീറ്റിൽ വെച്ച് നടന്ന പ്രകടനത്തിൽ 2 മിനിറ്റും 50 സെക്കൻഡുമാണ് ഗായത്രി കൃഷ്ണാസനത്തിൽ തുടർന്നത്. ശരീരത്തെ ഒരു വശത്തേക്ക് വളച്ച് ബാലൻസ് ചെയ്യുന്ന അതീവ ദുഷ്കരമായ ഈ ആസനം ഇത്രയധികം സമയം അവതരിപ്പിക്കുന്നത് ആദ്യമായാണ്. 2026 ഏപ്രിൽ 1 ഗായത്രിയുടെ ഈ അപൂർവ നേട്ടം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. നന്ദിക്കര സ്വദേശിയായ ഗായത്രി ചേരിമല ഹൗസിൽ CT ബിജുവിൻ്റെയും ഷീബയുടെയും മകളാണ്. സഹോദരൻ CB ഗൗതം. തൻ്റെ കഠിനാധ്വാനത്തിന് ലഭിച്ച ഈ അംഗീകാരം വരും തലമുറയ്ക്ക് യോഗയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ പ്രതിഭ. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് ബാദിരിയ പള്ളിക്ക് സമീപം ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് വയനാട് സ്വദേശി മരിച്ചു. വയനാട് കേണിച്ചിറ സ്വദേശി നീറം തറപ്പേൽ കരുണാകരൻ്റെ മകൻ 28 വയസ്സുള്ള അജയ് ആണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അജയനെ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പട്ടികവർഗ വികസന വകുപ്പിൽ കീഴിൽ ജില്ലയിൽ നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ MSRT, ഹൈസ്കൂൾ ടീച്ചർ HST, നാച്ചുറൽ സയൻസ് എന്നീ തസ്തികയിലേക്കും 2026-27 അധ്യയന വർഷം ഇനി ഉണ്ടായേക്കാവുന്ന ഒഴിവായ ഹൈസ്കൂൾ ടീച്ചർ ഗണിതം, ഹിന്ദി എന്നീ തസ്തികകളിലേക്കും താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. PSC നിയമനത്തിന് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 6 നീട്ടി. കാലാവധിക്കുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്ന പക്ഷം താൽക്കാലിക നിയമനം സ്വമേധയാ റദ്ദാവുന്നതാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവും മികവുള്ളവർക്ക് ഇൻ്റർവ്യൂവിന് മുൻഗണന നൽകും. നിയമനങ്ങൾക്ക് പ്രാദേശികമായ മുൻഗണന ലഭിക്കുന്നതല്ല. റെസിഡൻഷ്യൽ സ്കൂളായതിനാൽ താമസിച്ച് പഠിപ്പിക്കുന്നതിന് സമ്മതമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മെയ് 6 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. വിദ്യാഭ്യാസം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, 1-ാം നില, ചാലക്കുടി 680307. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027061000. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,120 രൂപ, പവന് 1,12,960 രൂപ. മണ്ണമ്പേട്ട പൂക്കോട് ബ്രാവത്ത് സഹദേവൻ ഭാര്യ ശാന്ത അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിഞ്ചു, സിനോഷ് എന്നിവർ മക്കളും ഷിബു, ഹരിത എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാഞ്ഞൂർ
ഐനിക്കൽ വിൽസൺ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആചാരപ്പെരുമയിൽ ആവേശക്കടലായി തൃശൂർ പൂരം. കനത്ത ചൂടിലും ജനം ഒഴുകിയെത്തി. വെളിച്ചം വിതറിയവർ കരിന്തിരിയായി. പൂരാവേശത്തിന് നടുവിൽ മുണ്ടത്തിക്കോടിന്റെ കണ്ണീർ. വൈദ്യുതി ക്ഷാമം കടുക്കുന്നു. ലോഡ് ഷെഡിംഗ് ഭീഷണി. ആശ്വാസമായി വേനൽ മഴ എത്തുന്നു. ചൊവ്വ മുതൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.